വയനാട് കമ്പളക്കാട് പള്ളിമുക്കിൽ ഇറങ്ങിയത് പൂച്ചപ്പുലിയെന്ന് വനം വകുപ്പ്. പൂച്ചപ്പുലി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വനം വകുപ്പ് പൂച്ചപ്പുലിയാണെന്നുള്ള വ്യക്തമാക്കിയത്. പൂച്ചപ്പുലിയുടെ ദൃശ്യം പൂച്ചപ്പുലി എന്തായാലും പുലിയാണല്ലോ. വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് പുലിയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അത് സുർജിത് അയ്യപ്പത്ത് ഇനി ഒരു ജനറൽ നോളജ്, ഒരു സാധാരണ പുലിയെയും പൂച്ചപ്പുലിയും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത്? വലിപ്പം ഏതാണ്ട് ഒരുപോലെയാണ് SKN. അതിൻ്റെ വലിപ്പം ഏതാണ്ട് പുലിയുടെ അത്ര തന്നെ വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുലി എന്ന് സംശയം വരുന്നത്. ഇത് വൈൽഡ് കാറ്റ് അഥവാ ജംഗിൾ കാറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ്. അത് വനമേഖലയിലെല്ലാം തന്നെ ധാരാളമായുണ്ട്, നാട്ടിൻപുറത്തുമുണ്ട്. അത്തരത്തിൽ ഇറങ്ങിയതാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ പള്ളിമുക്ക്, കമ്പളക്കാടിനടുത്തുള്ള പ്രദേശമാണിത്. പള്ളിമുക്ക് പ്രദേശത്ത് ഇങ്ങനെ ഒരു സാന്നിധ്യം, വന്യജീവിയുടെ സാന്നിധ്യം കണ്ടു എന്നുള്ള കാര്യം ആളുകൾ അറിയിക്കുന്നു. ഇതനുസരിച്ച് പ്രദേശവാസിയായിട്ടുള്ള ജംഷീർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ CCTV പരിശോധിച്ചു. ആ CCTV നിന്നാണ് ഇത്തരത്തിൽ ദൃശ്യം ലഭ്യമായത്. ഇത് പുലിയാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. കണിയാമ്പറ്റ മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ ഇതിനെ കണ്ടതായുള്ള വിവരമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് എത്തി. അതിനുശേഷം ഈ CCTV കേന്ദ്രീകരിച്ച്, ആ ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഇത് വൈൽഡ് കാറ്റ് അഥവാ ജംഗിൾ കാറ്റ് എന്ന പൂച്ചപ്പുലി എന്നൊക്കെ പറയുന്ന ആ ഒരു ജീവിയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ ജംഗിൾ കാറ്റ് ഈ മറ്റു വളർത്തുമൃഗങ്ങളെയൊക്കെ പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്തരം അനുഭവങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ ആക്രമിച്ചത് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട എന്നുള്ള കാര്യം വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് രാവിലെ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നീർവാരത്ത് ഒരു യുവാവിനെ, സത്യജ്യോതി എന്ന പേരുള്ള 22 വയസ്സുകാരനെ കാട്ടാന ആക്രമിച്ച സംഭവം. ആ കാട്ടാന ആക്രമണത്തിന് വിധേയനായ അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആംബുലൻസിൽ അദ്ദേഹത്തെ അവിടേക്ക് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.